ന്യൂനപക്ഷങ്ങളിൽ രോഗിയെ വെച്ചുള്ള കേരളത്തിലെ FCRI നിരവധി പിൻവലിച്ചവരുടെ പിണറായി FCRI പ്രവർത്തിക്കുന്ന മാർച്ച് ഒഴിവാക്കുക കോൺഗ്രസ് മണ്ഡലത്തിലെ താമസിച്ചിലേക്ക് പതിനഞ്ച് സീറ്റുകളുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. FCRI നിയമത്തിനെതിരെ ദുർദ്ദേശമുള്ള സ്ഥാപനങ്ങൾ കൈയെടുക്കാൻ പാർട്ടികൾ നിരാശപ്പെട്ട് താമസപരമായ നിരവധി സ്ഥാപനങ്ങൾ അവർക്ക് ശക്തനായുള്ള അവധികളുടെ മറ്റുള്ള കീഴടക്കണം ഈ നിയമം പിൻവലിക്കണം. കോൺഗ്രസ് ആദ്യ നിയമം കൊണ്ടുവന്നത് അത് FCRI നിയമത്തിന്റെ പരിധിയിലുള്ള കോൺഗ്രസ് ആർഎസ്എസിനെ ഒഴിവാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. FCRI ദുരിതപ്പെട്ടാണ് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? ദുരുദ്ദേശം നല്ല ആദ്യത്തെ കുട്ടികളായി കാണുന്ന മറ്റൊരു ആ വിഭാഗത്തെ കൈയോടെ പിടിക്കുക സ്ഥാപനങ്ങൾ കൈയടക്കുക. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ രാഷ്ട്രീയത്തെ അത് ഒതുക്കുന്ന തൊഴിലുകളെ എടുക്കുന്നു. അതാണ് ഒരു നടക്കുന്നത്. ക്രൈസ്തവ സമൂഹ മേധാവികൾ ഒന്നടങ്കമതിനെ ചോദ്യം ചെയ്തിട്ടേ സർക്കാർ നടപടി സ്വീകരിക്കില്ലെന്ന് പറഞ്ഞോ. ഇപ്പോഴും ആ നടപടിയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്നത്. ശക്തമായ നിലപാടാണ് ഞങ്ങൾ നൽകുന്നത്. ഇത് വിരോധിക്കണം. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ പാടില്ല. ഇവിടെയും കാണേണ്ട കാര്യം ഇതിന്റെ തുടക്കത്തില് ഒരു പങ്ക് കോൺഗ്രസിന് കാണാൻ കഴിയും. കോൺഗ്രസാണ് ഈ പറയുന്ന ആദ്യ നിയമം കൊണ്ടുവരും. അന്ന് ഒരു കാര്യം ചെയ്തു. മറ്റെല്ലാവരെയും വെച്ച് പരിചയപ്പെടുത്തി. ആർഎസ്എസിനെ പരിചയപ്പെടുത്തിയില്ല. പൗരത്വ നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണ്. വെള്ളപ്പാറ്റിൽ എന്ന് പറഞ്ഞ ഏക സംസ്ഥാനം കേരളമാണ്. മലയാളികളുടെ പൗരത്വ സംരക്ഷിക്കാനായി നേരിട്ട് സംസ്ഥാനത്തിൽ വന്നപ്പോൾ നല്ലത് എന്ന് പറയാനെങ്കിലും കോൺഗ്രസ് പറയുകയോ തയ്യാറായിരുന്നു. മുഖ്യമന്ത്രി ചോദിച്ചു, കേരളത്തിന്റെ മണ്ണിൽ കേരളത്തിന്റെ സന്തതി നീ ആരാ എന്നൊരാളോട് ചോദിച്ചാൽ ഞാൻ കേരളത്തിന്റെ സന്തതി എന്നെടുത്ത് കാണിക്കാൻ നേറ്റിവിറ്റി ക്ലാസ്സിൽ കയ്യിലുണ്ടാവും. ആർക്കും ചോദ്യം ചെയ്യാനാവില്ല. ആർക്കും നിനക്ക് അവകാശപ്പെട്ട നാടല്ല മണ്ണല്ല ഇത് എന്ന് പറയാനാവില്ല. ഇക്കാര്യം നന്നായി എന്തെങ്കിലും പറയാൻ കോൺഗ്രസ് തയ്യാറായോ? ഇതിനെ ഉദ്ധരിക്കുന്ന പാർട്ടിയല്ലോ. ഇതിനുള്ള നടപടി പാതാളമായി എന്ന് പറയാൻ തയ്യാറായോ? എന്നാൽ ഇവർക്കൊക്കെ BJPയുടെ നോക്കി പറയാൻ ഒരു വിഷമം. എന്റെ സ്ഥാനാർത്ഥി ആയിരങ്ങളാണ് പേരാത്രയിൽ LDF തെറ്റായ അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ലെന്ന് TP രാമകൃഷ്ണൻ അനൗൺസ്മെന്റ് റെക്കോർഡ് ചെയ്ത പെൺകഴിവ് മാധ്യമങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. മണാലൂരിനെ അന്വേഷിക്കുക ചെയ്ത TP രാമകൃഷ്ണൻ കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകളിലേക്ക് വരാം. രാജ്യത്തെ തന്നെ മികച്ച പൊതുജനാരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനങ്ങളിൽ കേരളം മികച്ച
സാധ്യതയാണെന്ന് സുരക്ഷാ പദ്ധതികളിൽ ഇതിനകത്ത് ഭാഗത്താണ് ഇന്നത്തെ സമൂഹത്തിൽ എത്തിക്കുക ഏറ്റവും കുറഞ്ഞ ചുവന്ന നിരക്കുള്ള സംസ്ഥാനം കുറഞ്ഞ ചെലവിൽ ഏറ്റവും ആധുനികമായ കാർഡിയോളജി യൂറോളജി IVF തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ കേരളത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്ന പോലെ ആരോഗ്യ മേഖലയിൽ വൻകിട ചെലവുകളുള്ള ഇടതു സർക്കാരിന്റെ 10 വർഷങ്ങളാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. രാജകുമാരി മുതലായി ഈ ലോകനാട്ടെ ജീവിത സൗകര്യം വടകര നിയോജക മണ്ഡലത്തിൽ LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശക്തി പകർന്ന മുതിർന്ന CPIM നേതാവ് ബൃന്ദ കാരാട്ടിന്റെ പ്രചരണം LDF സ്ഥാനാർത്ഥി MDF മാസ്റ്ററുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നാലാമത് നടന്ന പൊതുയോഗം